ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവരാരൊക്കെയാണ് എന്ന് ഏകദേശ ധാരണയായിട്ടുണ്ട്. ആ വിവരങ്ങൾ ഇതിനകം തന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. എന്നാൽ അന്തിമമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. വൈകുന്നേരത്തോടു കൂടി മാത്രമേ തീരുമാനമുണ്ടാകുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ തന്നെ ഇന്നലെ രാത്രി തന്നെ ധാരണയായ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തത്? ഇതാണ് ഉയർന്നു വരുന്ന പ്രശ്നം. അതിൻ്റെ കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ തോതിൽ അതൃപ്തിയുണ്ട് എന്നാണ്. രണ്ടുപേരാണ് അതൃപ്തി രേഖപ്പെടുത്തി രംഗത്ത് വന്നത്. ആ രണ്ടുപേരിൽ ഒരാൾ കെ മുരളീധരനാണ്. കെ മുരളീധരൻ വടകരയിൽ പ്രചാരണം ആരംഭിച്ചതാണ്. കെ ശൈലജ ടീച്ചറാണ് എതിർ സ്ഥാനാർത്ഥി. കെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് കെ മുരളീധരൻ രംഗത്തിറങ്ങിയത്. പക്ഷേ കെ മുരളീധരൻ നേരത്തെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തിരുന്നു. ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പരസ്യമായി തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. അതിനുള്ള കാരണം പറഞ്ഞത് തിരുവനന്തപുരത്ത് കെ കരുണാകരന്റെ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല, തുടങ്ങിയിട്ട് പോലുമില്ല. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുകൊണ്ടാണ് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി കെ മുരളീധരന്റെ നില ഒന്നുകൂടി പരിഗണനയിലായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു കെ മുരളീധരന്. ഇത്തവണ അത് ലഭിക്കുമോ എന്ന സംശയവും കൂടിയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വടകരയിൽ മത്സരിച്ചാൽ തോക്കുമെന്ന ഒരു ധാരണ നേരത്തെ തന്നെ കെ മുരളീധരൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞത്. വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് 3ാം സീറ്റിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ച ഘട്ടത്തിലായിരുന്നു. എന്ത് തന്നെയായാലും വടകരയിൽ നിന്ന് മത്സരിക്കാൻ കഴിയില്ല, മത്സര രംഗത്തെ ഇല്ല എന്നായിരുന്നു കെ മുരളീധരന്റെ തീരുമാനം. എന്നാൽ സിറ്റിംഗ് എംപിമാർ എല്ലാവരും മത്സരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയും അത്തരമൊരു നിർദ്ദേശം എംപിമാർക്ക് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് കെ മുരളീധരൻ മത്സര രംഗത്തേക്ക് വന്നത്. ആ മണ്ഡലത്തിൽ, വടകര മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു. ചുമരെഴുത്തുകൾ വന്നു, എല്ലാം വന്നു കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു. ബൂത്ത് കമ്മിറ്റികൾ വരെ സന്ദർശിക്കുകയും അവരെയൊക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കെ മുരളീധരൻ തയ്യാറാവുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് തീരുമാനം വരുന്നത് തൃശ്ശൂരിലേക്ക് മാറണം എന്ന്. സ്വാഭാവികമായും കെ മുരളീധരൻ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ കെ മുരളീധരന്റെ വാദങ്ങൾ ഒന്നും സ്വീകരിക്കാൻ ഹൈക്കമാൻഡ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ ദില്ലിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവർ അത് കാര്യമായി എടുത്തില്ല എന്ന് മാത്രമല്ല, തൃശ്ശൂരിലേക്ക് മാറാനുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഇതിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തി കെ മുരളീധരൻ. രാവിലെ മാധ്യമപ്രവർത്തകർ കെ മുരളീധരനെ കാണാൻ പോയിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകരെ കാണാൻ കെ മുരളീധരൻ തയ്യാറായില്ല. അതിനിടയ്ക്കാണ് തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും സംസാരിക്കാനുമായി വടകരയിലെത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നത്. അതിനിടയ്ക്കാണ് ടി.എൻ. പ്രതാപൻ തൻ്റെ പേരിൽ എഴുതിയ ചുമരെഴുത്തുകൾ മുഴുവൻ മായ്ച്ച് അവിടെ കെ മുരളീധരൻ എന്ന ചുമരെഴുത്ത് തുടങ്ങിയത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ടി.എൻ. പ്രതാപൻ തന്നെയാണ്. ടി.എൻ. പ്രതാപൻ തന്നെ ചുമരെഴുതുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തി ടി.എൻ. പ്രതാപൻ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിന് എന്ന ചോദ്യമാണ് കെ മുരളീധരൻ ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ പിറകിൽ? എന്തിനാണ് ഇത്തരമൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത് എന്ന ചോദ്യമാണ് കെ മുരളീധരൻ ചോദിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇത്രയും ഭയപ്പെടണോ പത്മജയെ? പത്മജ ഒരു തരത്തിലും കോൺഗ്രസിന് ഒരു ശല്യമുണ്ടാക്കിയില്ല. പത്മജ പോയത് കൊണ്ട് കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ല. ദേശീയ തലത്തിൽ ബി.ജെ.പിയും സംസ്ഥാന തലത്തിൽ CPM-ഉം LDF-ഉം പ്രചാരണം നടത്തും. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോകുമ്പോൾ ഇനി ആരൊക്കെയാണ് ബി.ജെ.പിയിലേക്ക് പോവുക എന്ന പ്രചാരണം LDF നടത്തും. LDF-ന് അത് പ്രധാനപ്പെട്ട ഒരു ആയുധമായി മാറുകയും ചെയ്യും. എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ വോട്ടുകൾ മറിക്കാൻ പത്മജ വേണുഗോപാലിന് കഴിയില്ല. ആ തൃശ്ശൂരല്ല, എവിടെയും കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിന് എന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നു? പത്മജയെ നേരിടാൻ ഞാൻ എന്തിനാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ് കെ മുരളീധരൻ ചോദിക്കുന്നത്. ആ അതൃപ്തി അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. അവസാനം അദ്ദേഹം തന്നെ കാത്തിരുന്ന മാധ്യമപ്രവർത്തകരെ കാണാൻ തയ്യാറായി. അപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷ വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാത്ത ഒരു കെട്ടിയേൽപ്പിക്കലാണ് ഇത് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിറകിൽ ഒരു ചതിയില്ലേ എന്ന് സംശയിക്കുന്നുണ്ട് കെ മുരളീധരൻ. ആ ചതിയുണ്ട് എന്ന കാര്യം സംശയമേയില്ല. അത് കെ മുരളീധരനെ തോൽപ്പിച്ച് മൂലക്കിരുത്താനുള്ള കോൺഗ്രസ് നേതാക്കളുടെ വി ഡി സതീശന്റെയും കെ.സി. വേണുഗോപാലിന്റെയും നീക്കമാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ
കെ മുരളീധരൻ പലപ്പോഴും ഒരു ശല്യമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ ഇത് എന്ന സംശയം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ ഇപ്പോഴും അതൃപ്തിയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് വടകര മത്സരിക്കുന്ന ഷാഫി പറമ്പിലിനെ നോക്കാം. ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആണ്. 3ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത്. പാലക്കാട് MLA എന്ന നിലയിൽ പാലക്കാട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന VK ശ്രീകണ്ഠന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല പാലക്കാട് വിട്ട് വടകരയിലേക്ക് വരാൻ. പാലക്കാടിന്റെ ഏറ്റവും ജനകീയനായ MLA ആയി അദ്ദേഹം മാറിയിട്ടുണ്ട്. അടുത്ത തവണ UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്താൽ ഒരു മന്ത്രി എന്ന നിലയിൽ തിളങ്ങാൻ കഴിയുന്ന നേതാക്കളിൽ, യുവ നേതാക്കളിൽ ശ്രദ്ധേയനാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ വീണ്ടും പാലക്കാട് നിന്ന് മാറ്റി വടകരയിൽ കൊണ്ടുവന്ന് ജയിച്ചാൽ തന്നെ നേരെ പാർലമെന്റിലേക്ക് അയക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നുണ്ട്. ഷാഫി പറമ്പിലിന് എന്താണ് ഇതിന് പിറകിലുള്ളത് എന്ന ചോദ്യമാണ് ഉയർന്നത്. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെങ്കിൽ ടി സിദ്ദിഖ് ഉണ്ടല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ. അങ്ങനെ ടി സിദ്ദിഖ് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ ടി സിദ്ദിഖിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഇതുവരെയും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒറ്റയ്ക്ക് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ആ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു അന്തിമ തീരുമാനം പാർട്ടി എടുക്കും എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. പക്ഷേ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അത് അനുസരിക്കും എന്ന നിലപാടിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ എപ്പോഴും അനുസരിച്ച് പരിചയമുള്ള, അങ്ങനെ പ്രവർത്തിക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. അതിലൊന്നും സംശയമേ ഇല്ല. പക്ഷേ അദ്ദേഹം പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോയാൽ മനസ്സുകൊണ്ട് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിക്കില്ല. അതും KK ശൈലജ ടീച്ചർക്ക് അനുകൂലമാകാനാണ് സാധ്യത എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതോടൊപ്പം അതൃപ്തി പോവുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനകത്ത്. അതോടൊപ്പം മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ നേരത്തെയുണ്ട്. സിറ്റിംഗ് MPമാർ നേരത്തെ തന്നെ മത്സരിക്കാൻ താല്പര്യമില്ല പറഞ്ഞവരുണ്ട്. അടൂർ പ്രകാശുണ്ട്, കൊടിക്കുന്ന് സുരേഷുണ്ട്, ആന്റണിയുണ്ട്, ബെന്നി ബെഹനാനുണ്ട്. ഇവരൊക്കെ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചവരാണ്. അങ്ങനെ കൂട്ടത്തോടെ മാറി നിൽക്കാൻ തയ്യാറായി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ TM പ്രതാപനെ മാത്രം മാറി നിൽക്കാൻ അനുവദിച്ചത് എന്തിന് എന്ന ചോദ്യവും കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നു. മറ്റ് MPമാർ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ഒരു അതൃപ്തി ഇപ്പോൾ പുകയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഏതായാലും സ്ഥാനാർത്ഥി നിർണയം വന്നു കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, സാധാരണ നിലയിലാകും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇത്തരം തർക്കങ്ങളും അതൃപ്തിയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കാൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ.